മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന നടനാണ് ഷൈൻ ടോം ചാക്കോ. ഒരേ സമയം അഭിനയ സാധ്യതയും വെല്ലുവിളിയും നിറഞ്ഞ കഥാപാത്രങ്ങൾ അനായാസേന കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഷൈനിനുണ്ടെന്ന് എടുത്തു പറയേണ്ടതാണ്. സഹസംവിധായകനായി വന്ന് അഭിനേതാവായി മാറിയ ഷൈൻ മലയാള സിനിമയിലെ മികച്ച കാലിബറുള്ള യുവനടനാണെങ്കിലും അടുത്തിടെയായി അദ്ദേഹം വാരി വലിച്ച സിനിമകൾ ചെയ്യുന്നുവെന്നത് പ്രേക്ഷകരിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ എല്ലാ സിനിമകളിലും ഒരേ പ്രകടനം തന്നെയാണ് താരം കാഴ്ചവെക്കുന്നതെന്നും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ താരം വ്യത്യസ്തത കൊണ്ടുവരാത്തതിനാൽ ആവർത്തന വിരസത തോന്നാറുണ്ടെന്നതും ആരാധകർ അഭിപ്രായപ്പെടാറുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിലാണ് ഇന്റർവ്യൂകൾ വഴി ഷൈൻ വൈറലായി തുടങ്ങിയത്. എന്തു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും മറുപടികൾ ഷൈനിൽ നിന്നും പ്രതീക്ഷിക്കാം. മറ്റുള്ള സിനിമാ താരങ്ങളെ പോലെ ഡിപ്ലോമാറ്റിക്കായി സംസാരിച്ച് കണ്ണിൽ പൊടിയിട്ട് പോകുന്നതിനോട് യോജിപ്പില്ലാത്ത നടൻ കൂടിയാണ് ഷൈൻ. പ്രേക്ഷകരിൽ ഒരു വിഭാഗത്തിന് ഷൈനിന്റെ ചിന്തകളോട് താല്പര്യമാണ്. അതേസമയം എതിർക്കുന്നവർ ഷൈൻ ലഹരി ഉപയോഗിച്ച് സ്ഥിരത നഷ്ടപ്പെട്ട് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നുവെന്നാണ് കുറ്റപ്പെടുത്താറ്. ഇപ്പോഴത്തെ ഷൈനിന്റെ ഏറ്റവും പുതിയ അഭിമുഖത്തിലെ ചില ഭാഗങ്ങളാണ് വൈറലാകുന്നത്. താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട അവതാരകയുടെ ചോദ്യത്തിന് കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് താരം നൽകിയത്. ഇന്നേ വരെ ഷൈൻ പ്രതികരിച്ചതുപോലെ താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറ്റൊരു താരം പ്രതികരിച്ചിട്ടുണ്ടാകുമോ എന്ന് സംശയമാണ്. സിനിമയിൽ നായകന്മാരെക്കാൾ കുറഞ്ഞ ശമ്പളമാണല്ലോ നായികമാർക്ക് ലഭിക്കുന്നത് എന്നതിനെ കുറിച്ചായിരുന്നു അവതാരകയുടെ ചോദ്യം. വിജയ് 100 കോടി പ്രതിഫലം വാങ്ങുമ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കപ്പെടുന്ന നയൻതാരയ്ക്ക് അത്ര പ്രതിഫലമില്ലല്ലോ എന്നായിരുന്നു അവതാരകയുടെ ചോദ്യം. ഒരു നടൻ നല്ലതാവണമെന്നില്ല ഉയർന്ന പ്രതിഫലം കിട്ടാനെന്നായിരുന്നു ഷൈൻ അതിന് നൽകിയ മറുപടി. സൂപ്പർ സ്റ്റാറുകൾ എന്ന് വിളിക്കുന്നവർക്കൊക്കെ വിജയുടെ സാലറി കിട്ടുമോ? അങ്ങനെയെങ്കിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും എത്ര പ്രതിഫലം കിട്ടുന്നുണ്ട്? കമൽഹാസനോ? അവരെക്കാൾ നല്ല നടനാണോ വിജയ്? അല്ലല്ലോ. അപ്പോൾ ഒരു നടൻ നല്ലതാവണമെന്നില്ല ഉയർന്ന പ്രതിഫലം കിട്ടാൻ. അത് ആണാവണം പെണ്ണാവണം എന്നുമില്ല. മധ്യമല്ലേ ഏറ്റവും കൂടുതൽ വെറ്റുപോകുന്നത്? ബൈബിൾ അല്ലല്ലോ എന്നായിരുന്നു ഷൈനിന്റെ മറുപടി. വീഡിയോ പുറത്തെത്തിയതോടെ ഇത് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയും ചെയ്തു. ഇതിലും നല്ല മറുപടി സ്വപ്നങ്ങളിൽ മാത്രമെന്നാണ് ഷൈൻ ആരാധകർ താരത്തെ പ്രശംസിച്ചു കുറിച്ചത്. അതേസമയം മദ്യത്തെയും ബൈബിളിനെയും കുറിച്ച് ഷൈൻ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. ഗദ്ദാമയിലെ ഒരു ചെറിയ കഥാപാത്രം വളരെ കൈയടക്കത്തോടെ അവതരിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന ഷൈൻ ഏത് രീതിയിലുള്ള കഥാപാത്രവും കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള നടനാണ്. 30ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കമ്മട്ടിപ്പാടത്തിലെ അബ്ഗാരി സോണിയും അന്നയും റസൂലും എന്ന ചിത്രത്തിലെ അബുവും കുറിപ്പിലെ ഭാസിപ്പിള്ളയും ഒക്കെയാണ് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട താരത്തിന്റെ കഥാപാത്രങ്ങൾ. മലയാളവും കടന്ന് തമിഴിലും തെലുങ്കിലും അടക്കം തിരക്കുള്ള നടനാണ് ഇന്ന് ഷൈൻ. അടുത്തിടെ ഷൈൻ അഭിനയിച്ച് തിയേറ്ററുകളിലെത്തിയ തമിഴ് സിനിമ ജിഗർദണ്ഡ XX മികച്ച പ്രകടനമാണ് നടത്തിയത്. ഡാൻസ് പാർട്ടിയാണ് മലയാളത്തിൽ അവസാനമായി പുറത്തിറങ്ങിയ ഷൈൻ ടോം ചാക്കോ സിനിമ. പ്രയാഗ മാർട്ടിനടക്കമുള്ളവർ പ്രത്യക്ഷപ്പെട്ട സിനിമ പക്ഷേ പരാജയമായിരുന്നു. അയ്യർകണ്ട ദുബായ്, വെള്ളേപ്പം എന്നിവയാണ് ഇനി റിലീസിനെത്താനുള്ള ഷൈൻ ടോം ചാക്കോ സിനിമകൾ.